ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടായിരിക്കാം പീരീഡ്സ് എല്ലാം ഇറഗുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പേരൻസ് കൺസേൺഡ് ആയിട്ട് വരും. പീരീഡ്സ് ഒരു 2 വർഷമായി മെനാർക്കി, നമ്മൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മെനാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, 2 years കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ 10th-ലായി. എക്സാം സ്ട്രെസ് ആണോ പഠിത്തത്തിന്റെ സ്ട്രെസ് ആണോ എന്നൊന്നും അറിയില്ല. ബട്ട് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയി തുടങ്ങി. ഇതിനെന്തെങ്കിലും കൺസേൺ ഉണ്ടോ, ഇതിന് മെഡിസിൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരു 10th എന്നൊക്കെ പറയുമ്പോൾ ഷിൽ ബി ജസ്റ്റ് 15, റൈറ്റ്? സോ ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഹോർമോണൽ പിൽസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ഒന്നുമല്ല. മേ ബി അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആവില്ല. വിൽ ബി വെരി സെഡൻഡറി. സോ അതൊക്കെ വരുമ്പോൾ പീരീഡ്സ് ഇറഗുലർ ആകും. അപ്പോൾ അവരടുത്ത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് മെഡിസിൻസ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 6 months മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും.